ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുടെ സ്ഥിരം കൺഫ്യൂഷനാണ് നമുക്ക് MBA പഠിക്കണോ, PGDBM പഠിക്കണോ, GBA പഠിക്കണോ, ABA പഠിക്കണോ എന്നൊക്കെ. അതിൽ ഞാൻ ആദ്യത്തെ ഒരു ബേസിക്സ് ഡിഫറൻസ് പറയുക വെച്ച് കഴിഞ്ഞാൽ MBA and PGDBM എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടോപ്പ് 20, ടോപ്പ് 30 കോളേജസിൽ ഒരു കയറാൻ പറ്റുകയാണെങ്കിൽ IIMs, XLR, MDI പോലത്തെ കോളേജസിൽ കയറാൻ പറ്റുകയാണെങ്കിൽ, ബി സ്കൂൾസിൽ കയറാൻ പറ്റുകയാണെങ്കിൽ ഇന്ത്യൻ കോൺടാക്സിൽ ഞാൻ പറയും നല്ല കാര്യമാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ വേറെ ലെവലിൽ തന്നെയായിരിക്കും. അതല്ലാത്ത താഴത്തേക്കുള്ള ബി സ്കൂൾസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ വളരെ സിമിലർ ആണ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ. സിലബസ് വർഷങ്ങളായിട്ടുള്ള സിലബസ് തന്നെയാണ്. അത് പഠിപ്പിക്കുന്ന രീതി വളരെ സിമിലർ ആണ്. പഠിപ്പിക്കുന്ന കേസ് സ്റ്റഡീസ് സിമിലർ ആണ്. പ്രൊജക്റ്റുകളുടെ പാറ്റേൺ സിമിലർ ആണ്. അതിൽ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കില്ല. GBA, ABA നോക്കി കഴിഞ്ഞാൽ ഞാൻ അതിൽ ഏറ്റവും മുകളിൽ പ്ലേസ് ചെയ്യുക ABA ആണ് പ്ലേസ് ചെയ്യുക. കാരണം അതിൽ 7 സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നോർമലി ഉള്ളപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, HR സ്പെഷ്യലൈസേഷൻസ് കൂടാതെ ന്യൂറോ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് വരുന്നുണ്ട്, ലീഡർഷിപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്പെഷ്യലൈസേഷൻസ് വരുമ്പോൾ നമുക്ക് അത്രയും ഏരിയകളിൽ നോളജാണ് വരുന്നത്. അപ്പോൾ അത്രയും നോളജ് ഒരാളുടെ കരിയർ ഗ്രോത്തും അത്രയും ഫാസ്റ്റർ ആയിരിക്കും. അതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും GBA വരിക. കാരണം ഇത് രണ്ടും അമേരിക്കൻ PG ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. GBA 4 സ്പെഷ്യലൈസേഷൻസ് ആണ്, മറ്റേത് 7 സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മുകളിൽ ABA ആയിരിക്കും, അതിന്റെ താഴെയാണ് GBA വരിക. MBA, PGDBM ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലത്തെ നമുക്കിപ്പോൾ CAT സ്കോർ ഒരു 97% മേലെ, 98% മേലെ സ്കോർ ഉണ്ട്. അത്തരം കോളേജുകളിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതല്ലാത്ത താഴത്തേക്കുള്ള കോളേജസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ പഠിച്ച് പോയ അതേ വഴിയിലൂടെ നമ്മൾ പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും, ഒരു ഡിഫറെന്റ് ആയിട്ട് കരിയർ പാത്തൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല.